നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊരിഞ്ഞ അടി. കെ സുധാകരന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങേണ്ടി വന്നപ്പോൾ ഒരു വശത്ത് നിർണയിച്ച സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പ്രവർത്തകർക്കിടയിൽ വിമർശനമുയരുന്നു. മറ്റു മുന്നണികൾ ഏറെക്കുറെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസിനകത്ത് പടലപ്പിണക്കങ്ങൾ പുകയുകയാണ്. എന്നാൽ മറ്റു തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ പോസ്റ്ററുകൾ പതിച്ചായിരുന്നു പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഇപ്പോഴിതാ ഈ പൊരിഞ്ഞ അടിയുടെ അവസാനം എത്തി നിൽക്കുന്നത് തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യർക്കെതിരെ കാസർഗോഡ് കോൺഗ്രസിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിരുന്നുകാർക്ക് ബിരിയാണി കൊടുത്ത് വീട്ടിലുള്ളവർ കൊടും പട്ടിണി അനുഭവിക്കുന്ന അവസ്ഥയാണ് കാസർഗോഡ് കോൺഗ്രസിൽ ഇപ്പോൾ നിലവിലുള്ളത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ കാസർഗോഡ് DCCയിൽ പരസ്യമായി പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. ജില്ലയിലെ നേതാക്കളുമായി യാതൊരുവിധ കൂടിയാലോചനയും നടത്താതെ KPCC നടത്തുന്ന നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കാതെ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമാകുമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. തൃക്കരിപ്പൂരിൽ ജില്ലയിൽ നിന്നുള്ള കരുത്തരായ നേതാക്കളെ തന്നെ മത്സരിപ്പിക്കണമെന്ന നിലപാടിൽ DCC ഉറച്ചു നിൽക്കുകയാണ്. സന്ദീപ് വാര്യരുടെ പേര് പരിഗണിക്കുന്നത് ഈ നിലപാടിന് വിരുദ്ധമാണെന്ന് PK ഫൈസൽ വ്യക്തമാക്കി. ഇത്തരമൊരു നീക്കമുണ്ടായാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ കാസർകോട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടിയന്തര യോഗം ചേർന്നു. DCC പ്രസിഡന്റ് PK ഫൈസലിനൊപ്പം ബാലകൃഷ്ണൻ പെരിയ, KPCC ജനറൽ സെക്രട്ടറിമാരായ ഹക്കീം കുന്നിൽ, K നീലകണ്ഠൻ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ തങ്ങളുടെ കടുത്ത വിയോജിപ്പ് ഔദ്യോഗികമായി അറിയിക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. എന്തായാലും തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ഹൈക്കമാൻഡ് സ്റ്റാർ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നത് പതിവാണെങ്കിലും അത് പ്രാദേശിക നേതാക്കളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന പരാതി ന്യായമാണോ? സന്ദീപ് വാര്യരെ പോലൊരു നേതാവിനെ തൃക്കരിപ്പൂരിൽ ഇറക്കുന്നത് കോൺഗ്രസിന് ഗുണകരമാകുമോ അതോ തിരിച്ചടിയാകുമോ?